ഭാവം, ഒത്തിരി പേര് പദയാത്ര, ഇത് രണ്ടും ഒത്തിരി പേര് യാത്രകളിൽ യൂസ് ചെയ്യുന്നത് ഞാനല്ല. അത് ഉറപ്പായിട്ടും എനിക്ക് ഒരു യാത്രകളോടുള്ള ഇഷ്ടം ചിലപ്പോൾ എൻ്റെ പാട്ടിൻ്റെ താളത്തിലും ഫീലിലൊക്കെ വരുന്നതായിരിക്കും. ഞാൻ ബൈക്കറല്ല, പക്ഷേ എന്നാലും ബൈക്കേഴ്സ് റിലേറ്റ് ചെയ്തത് അത് വലിയ സന്തോഷമാണ്. അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പദയാത്ര ശരിക്കും ആൾക്കാരിലേക്ക് എത്തുന്നത്. റൈഡേഴ്സിന് വലിയൊരു പങ്കുണ്ട് അതിൽ. അത് എൻ്റെ എൻ്റെ ഫ്രണ്ട് അജയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹിമാലയൻ യാത്ര വല്ലാതെ, പുള്ളി എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടിലുള്ള ഒരാളാണ്. അപ്പം പുള്ളി ഒരു വളരെ ലോയിൽ കൂടെ കടന്നു പോയൊരു സമയമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ചിയറപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നു. ഒരു ആക്സിഡൻറ്റ് വന്ന് കൂടെയുള്ള ആൾ മരിച്ചുപോയി, അവന് വേറെ കുറേ പ്രശ്നങ്ങളും, പുള്ളി നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിന്നൊരു സമയമുണ്ട്. അപ്പം അവൻ പറയാം, ഞാൻ പോവാടാ, ഒരു യാത്ര അറ്റം വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനെ കൊണ്ട് വിടുന്നത് സ്റ്റേഷനിൽ, കണ്ണൂർ വരെ ഞങ്ങൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് കണ്ണൂർ ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട്. അപ്പോൾ വളരെ തുച്ഛമായൊരു പൈസ കൊണ്ടാണ് പോക്ക്. കുറച്ചേ ഉള്ളൂ കയ്യിൽ, എനിക്കറിയാം. അപ്പോൾ പുള്ളി ഒരു മാസം കഴിഞ്ഞാൽ വന്നത്. അപ്പോൾ ഒരു മാസം പുള്ളി പലയിടത്തായിട്ടും ഹിമാലയം എല്ലാം നോർത്തെല്ലാം പോയി. അപ്പോൾ അതൊരു വളരെ, ഞാൻ പറയുന്നത് ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയാം, ഒരു റിലീജിയസ് അല്ല. അതൊരു മോർ ഓഫ് നമ്മുടെ തിരിച്ചറിവിന് യാത്രകൾ നല്ല അവൻ ചെന്ന് നോക്കുമ്പോൾ അവരെക്കാളും വലിയ പ്രശ്നമുള്ളവരെ കാണും, പലരുമായിട്ട് ഇടപഴകും. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ ലൈറ്ററായിട്ട് തോന്നും. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നൊരു യാത്രയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരുമായിരുന്നു. കാല് വെള്ളം നല്ല ക്ലിയർ അരുവികളിലും ഒക്കെ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇവൻ അയച്ചിരുന്ന ഇമേജസൊക്കെ എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു അവനെ ക്ലിയറായി വരുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ദ പേഴ്സൺ ഹു കെയിം ബാക്ക് വാസ് മോർ ഫ്രഷ് അജയ്, വെരി വൈബ്രൻറ്റ്. അപ്പോൾ ഞാൻ അപ്പോൾ ആസ് എ ഫ്രണ്ട് ഐ എം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ അവന് ആ യാത്ര ബന്ധപ്പെട്ട് ചെയ്തതാണ് പദയാത്ര. അപ്പോൾ അങ്ങനെ യാത്രയിൽ തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ട്യൂൺസൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ അവനിപ്പോൾ വലിയ ജാട പറഞ്ഞു, ഞാനില്ലാതെ ഈ പദയാത്ര ഉണ്ടാക്കില്ല, വലിയ ജാടയും കടിക്കുമായിരുന്നു. പകുതി പൈസ എനിക്ക് പേറ്റൻ്റ് എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പായിട്ടും അത് അവനോടുള്ള എൻ്റെ സ്നേഹമാണ് ആ പാട്ടിൽ. ഹരീഷ് അപ്പോൾ ആ പാട്ടിനൊരു വളരെ ക്ലാസിക്കൽ ഒരു മധ്യമാവധി എന്ന രാഗത്തിൽ രാഗത്തിൽ ചെയ്തു പോയതാണ്. ഞാൻ അങ്ങനെ രാഗമാണെന്നോ ചെയ്തു വന്നപ്പോൾ അങ്ങനെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പാട്ട് പാടുമ്പം ഇപ്പം എൻ്റെ പരിമിതി എനിക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നെക്കാട്ടിലും എക്സ്പെർട്ടായിട്ടുള്ളൊരു ക്ലാസിക്കലി സൗണ്ടായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അത് ഇംപ്രൊവൈസ് ചെയ്ത് ഒരു ലൈൻ ഞാൻ പാടിയിട്ട് അതിനെ ഇംപ്രൊവൈസ് ചെയ്ത് പാടുന്നൊരു ശൈലിയുണ്ടല്ലോ നമ്മൾ. അപ്പോൾ യു ലെറ്റ് ഇറ്റ് ടു ദ അതർ പേഴ്സൺ ടു ടേക്ക് ഇറ്റ് ടു അനദർ ലെവൽസ്. അപ്പോൾ അങ്ങനെ പുള്ളിയെ എനിക്ക് കേട്ടുള്ളൂ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത്. ഈ പാട്ട് പുള്ളി കുറേ സാധനം ഇടും. അപ്പം എൻ്റെ മനസ്സിൽ ഈ സാധനമുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ലേ. ഞാൻ പറയാം, നിങ്ങളെ ഞാൻ ഗുണ്ടായിട്ട് ഇറക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിനെ വേറെ ഒരു ഡയമെൻഷൻ, ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ. നിങ്ങളത് നിങ്ങളുടേതായ രീതിയിലങ്ങ്. അപ്പോൾ പുള്ളിക്കും പാട്ട് കേട്ട പുള്ളിക്കും ഭയങ്കരമായിട്ടൊന്ന് കണക്ട് ചെയ്തു. ഫോൺ വഴി ഞാനിങ്ങനെ ഭയങ്കര രസമായിരുന്നു, വളരെ ഇമോഷണൽ ഡേ ആയിരുന്നു. അപ്പം പുള്ളി അത് വന്നു. ഞങ്ങളെല്ലാവരും റെക്കോർഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ലൈക്ക് ഐ ഓൾവേസ് ടെൽ ദെർ വാസ് എ ഫുൾ ബാഗ് ഓഫ് പോസിറ്റീവ് വൈബ്സ് ഓൾ അറൗണ്ട്. നമ്മുടെ കൂടെ ഉള്ളവരും സെറ്റ് ഷൂട്ട് ചെയ്യുന്നവരും ആ മാജിക്, ആ ഫസ്റ്റ് ടേക്ക് കണ്ടിട്ട് ഞാൻ പുള്ളി ഹഗ് ചെയ്യുന്നൊരു സീനുണ്ട്, കണ്ടു കാണുമോ? എൻ്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പോയി പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എഡിറ്റ് ചെയ്യുന്ന നമ്മൾ ചേട്ടാ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഭയങ്കര ബോറ്, ഞാൻ ഓവറായിപ്പോയി. പുള്ളി സുമേഷ് സാർ പറഞ്ഞില്ല, അതവിടെ വയ്ക്കും. സാർ പറഞ്ഞു അതാണ് അതിൻ്റെ ബ്യൂട്ടി. പാട്ട് അതായത് ടോട്ടലി അതൊരു ട്രാൻസി മൊമെൻ്റ്. അതെല്ലാവരും അത്രയും ഒരു ടുഗെദർനെസ് ഉണ്ടായിരുന്നു ആ പാട്ടിന്. അതിൽ നമ്മൾ 3 ടേക്ക് എടുത്ത് ഈ പറഞ്ഞ ആദ്യത്തെ ടേക്കാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഫസ്റ്റ് ടേക്ക്.